കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു ദിവസം എത്ര കണ്ണീർ കഥകൾ പറയാനുണ്ടെന്നോ. വണ്ടികളെ സ്നേഹിച്ച താലോലിച്ച ആന്റണി രാജു എന്ന അച്ഛന് പറയാനുള്ള സങ്കടങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോണത്. തിരുവനന്തപുരത്തുകാർക്ക് കൂടുതൽ സന്തോഷവും സൗകര്യവും നൽകിക്കൊണ്ട് ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളുടെ ഉദ്ഘാടനമാണ്. ബസ്സുകളെല്ലാം ഉദ്ഘാടനത്തിനൊരുങ്ങിയിരിക്കുകയാണ്. ചടങ്ങൊക്കെ ഗംഭീരവും. ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ തൊട്ട് ഇങ്ങോട്ട് എല്ലാ പ്രമുഖരും എത്തിയിട്ടുണ്ട്. എല്ലാവരും സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് വേദനയോടെ തൊട്ടപ്പുറത്ത് മാറി നിൽക്കുന്ന ഒരാളെ നിങ്ങളാരും കാണാണ്ട് പോരുത് കേട്ടോ. ഉദ്ഘാടന പരിപാടിയിൽ എല്ലാവരും ഉണ്ട്, ഒരാളൊഴികെ. മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു. വിളിക്കാത്ത കല്യാണത്തിന് പോണ പോലെ വേദന കടിച്ചമർത്തിയ ആന്റണി രാജു ചേട്ടൻ ബസ്സുകളുടെ അടുത്തേക്ക് നടന്നു നീങ്ങി. ഞാനിതിലെ പോയപ്പോഴാണ് ഇപ്പോൾ ഇതിന്റെ ഈ രണ്ട് ബസ്സുകൾ ഇങ്ങനെ ഉദ്ഘാടനത്തിനായി ഫ്ലാഗ് ഓഫിനെ അവിടെ നിർത്തിയിരിക്കുന്നത് കണ്ടത്. എന്നോട് പറഞ്ഞിരുന്നത്, ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നത്, പുത്തിരിക്കണ്ടത്ത് ഈസ്റ്റ് ഫോർട്ടിലെ നയനാർ പാർക്കിന്റെ അവിടെ വെച്ച് ഇത്രയും ബസ്സുകൾ ഒരുമിച്ച് ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പെട്ടെന്നിപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വെച്ചാണ് ഇത് എന്റെ ഈ റോഡിന്റെ അപ്പുറമാണല്ലോ എന്റെ മണ്ഡലം. ഓഹോ, അപ്പൊ അങ്ങനാണല്ലോ ഗണേശേട്ട കാര്യങ്ങള്. ഞങ്ങളുടെ ആന്റണി രാജുചേട്ടൻ നൈസായിട്ട് ഒഴിവാക്കിയില്ലേ. പുത്തിരിക്കണ്ടത്ത് പരിപാടി നടത്തുമെന്ന് പറഞ്ഞിട്ട് ആന്റണി രാജുചേട്ടനെ പറ്റിച്ചൂലേ. എന്നിട്ട് പരിപാടി നടത്തിയതോ വട്ടിയൂർക്കാവ് മണ്ഡലത്തില്. അതായത് ആന്റണി രാജുചേട്ടന്റെ മണ്ഡലത്തിന്റെ തൊട്ടടുത്തുള്ള മണ്ഡലം. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ഘാടനം നടന്നത് വികാസ് ഭവൻ ഡിപ്പോയില്. വികാസ് ഭവന്റെ മുന്നിലുള്ള റോഡിന്റെ ഓപ്പോസിറ്റ് ആണ് ആന്റണി രാജുചേട്ടന്റെ മണ്ഡലം തുടങ്ങുന്നത്. അപ്പൊ മൂപ്പരം മനഃപൂർവ്വം ഒഴിവാക്കിയതാണല്ലേ. എന്നാലും കിഴക്കേക്കോട്ടയിൽ ഉദ്ഘാടനം നടത്തുമെന്ന് പറഞ്ഞിട്ട് വേദി മാറ്റിയത് എന്തുകൊണ്ടായിരിക്കും? വേദി മാറ്റിയ കാര്യം ആന്റണി രാജുചേട്ടനെ അറിയിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ഓ, വകുപ്പൊഴിഞ്ഞപ്പോ ഞങ്ങളുടെ ആന്റണി രാജുചേട്ടനെ കറിവേപ്പിലാക്കാൻ നോക്കാണോ ഗണേശേട്ടാ? ഇതൊന്നും അത്ര നല്ലതല്ല കേട്ടോ. കിഴക്കേക്കോട്ട, തമ്പാനൂർ തുടങ്ങിയ പ്രദേശങ്ങളാണ് KSRTCയുടെയും നഗരത്തിന്റെ ഒരു പ്രധാന ഹൃദയഭാഗം. അവിടെ വെച്ചൊക്കെയാണ് സാധാരണ ഉദ്ഘാടനം. തൈക്കാട് പോലീസ് ഗ്രൗണ്ട്. കഴിഞ്ഞ തവണ 50 ബസ്സുകൾ മുഖ്യമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തത് വലിയ ചാലയുടെ കിഴക്കേക്കോട്ട തമ്പാനൂരിന്റെ തൊട്ടടുത്തുള്ള. അപ്പോൾ ഇത്തവണ ഇതുപോലെ ഒഴിഞ്ഞ ഒരു മൂലയിലാണ് ഇതിപ്പോൾ ഇതിന്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് എന്റെ കുഞ്ഞായതുകൊണ്ട്, എന്റെ കുഞ്ഞും കൂടെ ആണല്ലോ. അപ്പൊ അതിനെ കാണാനുള്ളൊരു കൗതുകം കൊണ്ടൊന്ന് ഇറങ്ങിയെന്നുള്ളതേ ഉള്ളൂ. കണ്ടോ, ഒരു അച്ഛന്റെ വേദനയാണ് നമ്മൾ ഈ കാണുന്നത്. നിങ്ങൾ വേദി മാറ്റി ഉദ്ഘാടനം നടത്തേ ആരുമില്ലാത്ത സ്ഥലത്ത് ഇലക്ട്രിക് ബസ്സുകൾ ഒളിപ്പിച്ച് വെക്കുക എന്തു ടച്ച് ചെയ്തോ. പക്ഷെ ഒരു അച്ഛന്റെ സ്നേഹം നിഷ്കളങ്കാണെന്ന് അറിയാലോ. എവിടെയായാലും ആന്റണി രാജുചേട്ടൻ തന്റെ മക്കളെ കാണാൻ വന്നിരിക്കും. അല്ല ആന്റണി രാജുചേട്ടാ, ഈ ബസ്സുകളൊക്കെ ജനുവരി ആദ്യം വന്നതല്ലേ, എന്നിട്ട് ഫ്ലാഗ് ഓഫ് എന്ത് ഇത്രയും വൈകിയേ? അല്ല, ഒരു മാസം എന്തിനാണ് ഡിലേ വരുത്തിയതെന്ന് എനിക്കറിയില്ല. ഒരു മാസം മുമ്പ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ ജനുവരി ഫസ്റ്റ് വീക്കിൽ വന്നതാണ്. അത് മറ്റേ 20 ആണെങ്കിൽ അതിന് മുമ്പ് വന്നതാണ്. ഇപ്പോൾ 20 വന്നു. പിന്നെ ഇപ്പോൾ ഒരു 20 വന്നു പറഞ്ഞു. അല്ലെ 10 കൂടെ വന്നു. അപ്പൊ 30 ഇനി 23 ബസ്സുകൾ കൂടെ വരാനുള്ളൂ. അതും കൂടെ ആകുമ്പോൾ 53 എന്നാലും ഈ ഇലക്ട്രിക് ബസ്സൊക്കെ വരാൻ മെയിൻ കാരണം തന്നെ ആന്റണി രാജുചേട്ടനല്ലേ. എന്നിട്ട് നിങ്ങളെ ചടങ്ങിന്ന് ഒഴിവാക്കാന്ന് പറഞ്ഞാൽ അത് വലിയ കഷ്ടായി പോയില്ലോ. വിഷമമുണ്ടോ സഖാവേ? പരിപാടിയിൽ ഇപ്പൊ ആര് ക്ഷണിച്ചാലും എന്റെ കൂടെ കുഞ്ഞല്ലേ ഇത്. ആര് വളർത്തിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. എപ്പോഴും തന്റെ കുഞ്ഞ് എന്നുള്ള ചിന്തയുള്ളൂ. ആ അച്ഛന്റെ മനസ്സ് നമ്മളാരും കാണാണ്ട് പോരുത് കേട്ടോ. എന്നാലും ഗണേഷ് കുമാറിന്റെ ഒരു മാറ്റേ. ആദ്യം എന്തുട്ടാ പറഞ്ഞത്? ഇലക്ട്രിക് ബസ് വാങ്ങില്ല, അത് നഷ്ടമാണ്, ഇനി ആ ഭാഗത്തേക്കേ തിരിഞ്ഞു നോക്കില്ല എന്നല്ലേ. പക്ഷെ അത് ഭയങ്കര നഷ്ടമായി കലാശിരിക്കുക. കാരണം അതിനകത്ത് ഇലക്ട്രിക് ബസ് എന്നുള്ള ആശയം മുഖ്യമന്ത്രി പറഞ്ഞ പരിസ്ഥിതി മലിനീകരണമില്ല, നമുക്ക് ലാഭമാണെന്ന് നമ്മൾ കരുതിയെങ്കിലും അതിൻ്റെ ഡ്യൂറബിലിറ്റിയെ പറ്റി നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? MVDക്ക് കാർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ കാറിൻ്റെ കണ്ടീഷൻ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? നമ്മൾ വളരെ ഓരോ പണവും KSRTC സംബന്ധിച്ച് ഓരോ പൈസയും വിലപ്പെട്ടതാണ്. ഇപ്പോൾ
എന്തൊരു ആത്മാർത്ഥത. ഇതൊക്കെ കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ എല്ലാ ഇലക്ട്രിക് ബസ്സും ഇപ്പൊ തന്നെ തൂക്കി വെക്കുന്നു, ഇലക്ട്രിക് ബസ് വാങ്ങിയവരെ ഏറി കയറ്റുന്നൊക്കെ. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇലക്ട്രിക് ബസ് വാങ്ങിക്കുന്നതുകൊണ്ട് യോജിപ്പില്ല. കാരണം ഇലക്ട്രിക് ബസ് പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവനുസരിച്ച് ഇലക്ട്രിക് ബസ് ഒരു സക്സസ് ആയി ആരും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഈ ഇലക്ട്രിക് ബസ്സിൻ്റെ സൈസിലുള്ള ഒരു ചെറിയ ബസ് ഡീസൽ വണ്ടി നമ്മൾ വാങ്ങിച്ചാൽ 24 ലക്ഷം രൂപ കൊടുത്താൽ മതി. ഇതിന് 1 കോടി രൂപ കൊടുക്കും. ഓ മതി ഓർമ്മിപ്പിക്കല എൻ്റെ പൊന്നോ. ഇലക്ട്രിക് ബസ് വാങ്ങുന്നതിനോട് എനിക്ക് ഒരു താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ് ജാടായിട്ട് പറഞ്ഞ ആളാണ് ദാണ്ട ബസ്സിന്റെ ഫ്ലാഗ് ഓഫ് നടത്തുന്നു, നാട് നീളെ ക്ഷണിച്ച് പരിപാടി നടത്തുന്നു, മുൻ മന്ത്രിയെ ഒഴിവാക്കി ആനന്ദം കണ്ടെത്തുന്നു. നിങ്ങളാകെ മാറിപ്പോയിട്ടാ ഗണേശേട്ടാ. കാര്യം ഇലക്ട്രിക് ബസ്സിനെതിരെ ഗണേശേട്ടൻ സംസാരിച്ചപ്പോൾ എല്ലാവരും എതിർത്തു, ഗണേശേട്ടനെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയും ചെയ്തു. അന്ന് ഞങ്ങളുടെ ആന്റണി രാജേട്ടൻ ഉള്ളോണ്ട് സന്തോഷിച്ചു എന്ന് കരുതി ഇപ്പൊ ഇങ്ങനെ അവഗണിക്കണമായിരുന്നോ? ഈ കണ്ട എല്ലാ ബസ്സും വാങ്ങാൻ കഷ്ടപ്പെട്ട ആന്റണി രാജേട്ടൻ ഇപ്പൊ ആരായി? അല്ല ആന്റണി രാജേട്ടാ, നിങ്ങളോട് പറയാണ്ട് ഈ പരിപാടിയുടെ വേദി മാറ്റിയത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് ചേട്ടൻ തോന്നുന്നത്? അല്ല, അതെനിക്കറിയില്ല. എന്തായാലും എന്നോട് പറഞ്ഞിരുന്നത് കിഴക്കേക്കോട്ടയിലെ പുത്തിരിക്കണ്ടത്തെ EK നയനാർ പാർക്ക്, പുത്തിരിക്കണ്ടം മൈതാനം, അവിടെ വെച്ച് ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്, ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നത്. അത് എങ്ങനെയാ മാറിയെന്ന് എനിക്കറിയില്ല. ഈ വണ്ടിയൊക്കെ പോണത് ശരിയായ റൂട്ടിൽ തന്നെയാണല്ലോ അല്ലേ? ശരിയായ റൂട്ടിലേ പോവുള്ളത്. ആന്റണി രാജേട്ടനെ സൈഡാക്കിയവരൊക്കെ കേട്ടല്ലോ അല്ലേ? എല്ലാം ശരിയായ റൂട്ടിലേ പോവൂ, അല്ലാതെ പോണത് നമുക്കൊന്ന് കാണണല്ലോ. അല്ല പിന്നെ ആശാനിയാണോ സൈഡാക്കാൻ നോക്കണത്? വേണ്ട, തലയിരിക്കുമ്പോ വാലാറണ്ട. ആശാൻ മുമ്പേ നടക്കും, ശിഷ്യ പിറകെ നടന്നാ മതി. മേലാൽ ഓവർടേക്ക് ചെയ്യരുത്. ആരും വിളിച്ചില്ലെങ്കിൽ ആന്റണി രാജേട്ടൻ വന്നല്ലോ, സന്തോഷായി. മക്കളെയൊക്കെ കണ്ടപ്പോ എന്ത് തോന്നി? ഏതായാലും കണ്ടപ്പോ എന്റെയും കൂടെ കുഞ്ഞായതുകൊണ്ട് ഒന്ന് ഇറങ്ങി നോക്കാതിരിക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് ഞാൻ വന്ന് കണ്ടെന്നേ ഉള്ളൂ. എന്തായാലും വളരെ മനോഹരമായിരുന്നു. ഉള്ളിലൊരു വിഷമമുണ്ടല്ലേ? സത്യം പറയേ. എനിക്ക് വിഷമം, സന്തോഷമാണ്. കാരണം ഞാൻ ഇരുന്ന കാലഘട്ടത്തിൽ വാങ്ങിച്ച ബസ്സുകളാണല്ലോ ഇത്. അത് പിന്നെ ഇറങ്ങുമ്പോ ഒരു നല്ല ഡെലിവറി നടക്കുമ്പോ ഒരു അച്ഛനുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതിപ്പോ എനിക്കുണ്ട്. ആന്റണി രാജേട്ടാ, യു ആർ ഗ്രേറ്റ് മാൻ. നെഞ്ച് പൊട്ടുന്ന വേദന ഉണ്ടായിട്ടും അത് കടിച്ചമർത്തി ഇങ്ങനെ ചിരിച്ച് സംസാരിക്കാൻ ചെറിയ കഴിവൊന്നും പോരാട്ടാ. സാരില്ല, വകുപ്പില്ലാത്തവനെന്നും പുറത്തു തന്നെയാണല്ലോ. അങ്ങോട്ട് മാറി നിന്ന് കണ്ണീരോടച്ചോ. എന്റെ ജീവന്റെ ജീവനും ഇവിടെയാണ്. ഞാനിതെങ്ങനെ സഹിക്കും? അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. എന്തായാലും സ്ഥലം MLA ആയ ആന്റണി രാജുചേട്ടനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മണ്ഡലം തന്നെ മാറ്റി ഉദ്ഘാടന പരിപാടി നടത്തിയത് ആരായാലും അയാളുടെ പുതിയ അപാരം തന്നെ ട്ടാ. ഒന്നും ഞങ്ങളുടെ ആന്റണി രാജുചേട്ടൻ അത്ര പെട്ടെന്ന് അങ്ങോട്ട് മറക്കില്ല. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ടു വേണം. ഇലക്ട്രിക് ബസ് തന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ മുൻ ഗതാഗത മന്ത്രിയെ മലർത്തിയടിക്കാൻ പുതിയ ഗതാഗത മന്ത്രി വരുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. എന്നാലും മന്ത്രി കസേര പോയപ്പോഴത്തേക്കും ഒരച്ഛന്റെ രോദനായിട്ട് വഴിയിൽ ഇങ്ങനെ കാത്തു നിൽക്കേണ്ടി വന്നല്ലോ എൻ്റെ ആന്റണി രാജേട്ടാ. മനുഷ്യന്മാരുടെ ഓരോരോ അവസ്ഥയെ. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.